നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ പുലർത്തേണ്ട ചില മര്യാദകൾ അത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ലെങ്കിലും ചില കാര്യങ്ങൾ ഏതായാലും ഈ ഘട്ടത്തിൽ പറയാതിരിക്കാൻ കഴിയുകയില്ല. ഇപ്പോഴത്തെ ഈ ഒരു വിവാദം സാംസ്കാരിക കേരളത്തെ സംബന്ധിച്ച് തികച്ചും അപമാനകരമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ആരാണ് യഥാർത്ഥത്തിൽ തെറ്റ് ചെയ്തത് എന്നത് മാധ്യമ വിചാരണയിലല്ല തീരുമാനിക്കപ്പെടേണ്ടത്, അത് കോടതിക്കാണ് വിട്ടുകൊടുക്കേണ്ടത്. അതല്ലാതെ ചാനൽ അവതാരകർ ജഡ്ജിമാർ ചമയേണ്ടതില്ല. രാഹുൽ മാങ്കൂട്ടത്തിലെ അഴിക്കുള്ളിലാക്കണമോ എന്നത് തെളിവുകൾ പരിശോധിച്ച് കോടതികൾ തീരുമാനിക്കട്ടെ. അതല്ലാതെ കേവല രാഷ്ട്രീയ നേട്ടത്തിനും കേവല താല്പര്യങ്ങൾക്കും ചാനൽ റേറ്റിംഗിനും വ്യക്തിവിരോധങ്ങൾ തീർക്കാനുമൊക്കെ ഈ സംഭവത്തെ വഴിതിരിച്ചു വിടാൻ ശ്രമിച്ചാൽ അതിന് ശ്രമിക്കുന്നവർ തന്നെയാണ് തിരിച്ചടിയാവുക. ഇത്രയും കടുത്ത വകുപ്പുകൾ ചുമത്തി കേസെടുത്തിട്ട് പോലും കോടതി രാഹുൽ മാങ്കൂട്ടത്തിലെ ജാമ്യം നൽകുന്ന സാഹചര്യമുണ്ടായാൽ അത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷത്തിനാണ് പണിയാവുക. രാഹുൽ മാങ്കൂട്ടത്തിൽ ഏതെങ്കിലും തെറ്റ് ഏതെങ്കിലും തരത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാണ് കോൺഗ്രസിന്റെയും UDFന്റെയും തെറ്റായി മാറുക എന്നുള്ളതും ഒരു ചോദ്യമാണ്. അങ്ങനെയെങ്കിൽ പരാതികളിൽ പറഞ്ഞ സംഭവങ്ങളിൽ കടുപ്പം കുറവാണെങ്കിലും മുകേഷ് MLA-ക്കെതിരെയും AK ശശീന്ദ്രൻ MLA-ക്കെതിരെയും ഉയർന്നു വന്നിരുന്ന പരാതികളിൽ ഇടതുപക്ഷമല്ലേ പ്രതിക്കൂട്ടിൽ നിൽക്കേണ്ടി വരുമായിരുന്നത് എന്നുള്ള ചോദ്യം കൂടി ഈ ഘട്ടത്തിൽ ഉയർത്തേണ്ടിയിരിക്കുന്നു. ഇവർക്കെതിരെ ആരോപണവും പരാതിയും ഉയർന്ന ഘട്ടങ്ങളിൽ MLA സ്ഥാനം രാജിവെക്കാൻ ഇടതുപക്ഷ നേതൃത്വം ആവശ്യപ്പെട്ടിട്ടില്ലായിരുന്നു എന്നതും ഈ ഘട്ടത്തിൽ ഓർക്കുന്നത് നല്ലതാണ്. അന്നത് ചെയ്തിരുന്നുവെങ്കിൽ ഇന്ന് തല ഉയർത്തിപ്പിടിച്ചു തന്നെ ഇടതുപക്ഷത്തിന് രാഹുൽ മാങ്കൂട്ടത്തിലെ രാജി ആവശ്യപ്പെടാമായിരുന്നു. ഇടതുപക്ഷത്തിന്റെ പൊതുവായ നയങ്ങളിൽ നിന്ന് വ്യതിചലിച്ച തീരുമാനം അന്ന് എടുക്കേണ്ടി വന്നതുകൊണ്ടാണ് ഇന്ന് ഇടതുപക്ഷ അണികൾക്ക് പോലും ഉത്തരം മുട്ടിപ്പോകുന്നത്. ഏതായാലും ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഏത് നിമിഷം വേണമെങ്കിലും അറസ്റ്റ് വരാമെന്നുള്ള സാഹചര്യമാണ്. കോൺഗ്രസിലെ തന്നെ നേതാക്കൾക്ക് രണ്ട് തരത്തിലുള്ള അഭിപ്രായങ്ങളാണ്. രാഹുലിനെ പിന്തുണയ്ക്കുന്നവരുമുണ്ട്, രാഹുലിനെ അക്ഷരാർത്ഥത്തിൽ തള്ളിക്കളയുന്നവരുമുണ്ട്. ഇപ്പോൾ രാഹുലിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരാളാണ് ഷാഫി പറമ്പിൽ MLA. ആദ്യഘട്ടത്തിൽ രാഹുലിനെതിരെ ആരോപണം ഉയർന്നു വന്നപ്പോഴെല്ലാം തന്നെ ഷാഫി പറമ്പിൽ പോകുന്ന വഴികളിൽ ഷാഫി പറമ്പിലിൽ തടയാനായിട്ട് എത്തിയിട്ടുള്ള സഖാക്കളെയെല്ലാം തന്നെ നടു റോഡിൽ കാറിൽ നിന്ന് ഇറങ്ങി തന്നെയായിരുന്നു ഷാഫി പറമ്പിൽ നേരിട്ടത്. അവരോട് കൃത്യമായിട്ട് മൂർച്ചയുള്ള വാക്കുകളിലൂടെ പ്രതികരണം നടത്താനും ഷാഫി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം തന്നെ കൃത്യമായി കൊള്ളേണ്ടടുത്ത് കൊള്ളുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ രണ്ടാം ഘട്ടമായപ്പോഴും ഈ ഒരു തരത്തിൽ രാഹുലിനെതിരെ ആരോപണം ഉയർന്നു വന്നപ്പോഴും ഷാഫി കൃത്യമായി തന്നെയാണ് തന്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. നിയമപരമായി മുന്നോട്ട് പോകട്ടെ എന്നും അതിന് രാഹുലുമായി അടുപ്പമുള്ള നേതാക്കളിൽ നിന്നോ വ്യക്തികളിൽ നിന്നോ ഒരു തരത്തിലുമുള്ള തടസ്സം ഉണ്ടാവില്ലെന്നാണ് ഷാഫി പറമ്പിൽ പറഞ്ഞിരിക്കുന്നത്. കൊച്ചിയിൽ ഒരു സ്വകാര്യ ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു. അതിനിടയിലാണ് അദ്ദേഹത്തിന്റെ ഈ ഒരു പരാമർശം വന്നിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വിഷയം നിയമപരമായി മുന്നോട്ട് പോകും. അതിൽ പാർട്ടിയോ രാഹുലുമായി വ്യക്തിപരമായി അടുപ്പമുള്ള നേതാക്കളോ ഇടപെടില്ല. കാര്യങ്ങൾ നിയമപരമായി മുന്നോട്ട് പോകട്ടെ. രാഹുലിനെതിരെ ഒരു ആരോപണം വന്നു എന്നത് കോൺഗ്രസിന്റെ യുവ നേതൃനിരയെ മുഴുവനായി ബാധിക്കില്ല എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ ഭിന്നാഭിപ്രായം സംബന്ധിച്ചും ഷാഫി അഭിപ്രായം വ്യക്തമാക്കിയിട്ടുണ്ട്. ഓരോരുത്തരും പറയുന്നത് വ്യക്തിപരമായ അഭിപ്രായമാണ്, അതൊന്നും പാർട്ടിയുടെ തീരുമാനത്തെ ബാധിക്കില്ലെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. എല്ലാവരും വ്യക്തിപരമായ അഭിപ്രായമാണ് പറയുന്നത്, അതൊന്നും തന്നെ പാർട്ടിക്ക് കൃത്യമായ നടപടിയെടുക്കുന്നതിന് തടസ്സമാവില്ല. പാർട്ടി ചെയ്യേണ്ട കാര്യങ്ങളിൽ നിന്ന് പാർട്ടിയെ പിന്തിരിപ്പിക്കാൻ ഇത്തരം അഭിപ്രായങ്ങൾക്കാവില്ല. രാഹുലുമായി അടുപ്പമുള്ള എന്റെ വാക്കുകൾ പോലും പാർട്ടി അവിടെ മുഖവിലക്കെടുത്തുവെന്ന് വരില്ലെന്നും ഷാഫി പറഞ്ഞു. ഇത്തരം ഒരു സാഹചര്യത്തിൽ മറ്റേതൊരു പാർട്ടി കൈകാര്യം ചെയ്യുന്നതിനേക്കാളും നന്നായി കോൺഗ്രസ് ഈ വിഷയം കൈകാര്യം ചെയ്തു. ഔദ്യോഗികമായി പരാതി ഉയരുന്നതിന് മുൻപ് തന്നെ പാർട്ടി നടപടിയെടുത്തിരുന്നു. ഇപ്പോൾ ചെയ്തിട്ടുള്ളതിൽ കൂടുതൽ എന്തെങ്കിലും പറയേണ്ടതോ ചെയ്യേണ്ടതോ ആയിട്ടുണ്ടെങ്കിൽ അത് പാർട്ടി നേതൃത്വം ആലോചിച്ച് അതിനനുസരിച്ചിട്ടുള്ള നിർദ്ദേശങ്ങൾ തരും. ഞങ്ങൾ അതിനനുസരിച്ചേ മുന്നോട്ട് പോകും എന്നാണ് ഷാഫി പറഞ്ഞിരിക്കുന്നത്. ആരോപണത്തിന്റെ പശ്ചാത്തലത്തിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികൾക്കായി രാഹുൽ വോട്ട് അഭ്യർത്ഥിക്കാൻ ഇറങ്ങിയതിനെ കുറിച്ചുള്ള ചോദ്യത്തിന് ആ സമയം കാര്യങ്ങൾ നിയമപരമായ തലത്തിലേക്ക് എത്തിയിരുന്നില്ല. പാർട്ടി അദ്ദേഹത്തിന്റെ സസ്പെൻഷൻ പിൻവലിച്ചിട്ടില്ല. പ്രാദേശികമായി നേരിട്ടറിയാവുന്നവരും രാഹുലും തമ്മിലുള്ള കാര്യമാണത്. അല്ലാതെ പാർട്ടി ഒരു തരത്തിലുള്ള പ്രചാരണത്തിനും രാഹുലിനെ ഏൽപ്പിച്ചിട്ടില്ല. KPCCയോ DCCയോ നടത്തുന്ന പരിപാടികളിൽ രാഹുൽ ഇതുവരെയും ഭാഗമായിട്ടില്ലെന്നും ഷാഫി പറഞ്ഞിട്ടുണ്ട്.
ഇത്തവണ അല്പം മയപ്പെട്ട് തന്നെയാണ് ഷാഫി രാഹുലിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഒരു തരത്തിലും രാഹുലിനെ പിന്തുണ നൽകുന്നു എന്നുള്ള തരത്തിലല്ല ഷാഫി ഇന്ന് സംസാരിച്ചിരിക്കുന്നത്. കൃത്യമായി കോൺഗ്രസ് നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട്, നിയമപരമായി തന്നെ മുൻപോട്ട് പോകട്ടെ എന്ന് തന്നെയാണ് ഷാഫി പറഞ്ഞു വെച്ചിരിക്കുന്നത്. സൈക്കോപാത്തായ രാഹുലിനെ സംരക്ഷിക്കുന്നത് ഷാഫി പറമ്പിൽ എന്ന് ഡിവൈഎഫ്ഐ കഴിഞ്ഞ ദിവസവും ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. പലപ്പോഴായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിലെ വിഷയം വന്നപ്പോൾ ഷാഫി പറമ്പിലിനെയും വടിയിൽ തടയുകയും ഷാഫി പറമ്പിലിനെതിരെ വിമർശനം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഷാഫി പറമ്പിൽ രാഹുലിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലൊരു നീക്കം എതിർ വിഭാഗം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. ഏതായാലും ഇന്നത്തെ ഉത്തരം, ഷാഫി പറമ്പിൽ നൽകിയിട്ടുള്ള ഉത്തരം വളരെ നേരിട്ടുള്ള, വളരെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു മറുപടി തന്നെയാണ്. അതേസമയം തന്നെ ഇന്ന് സണ്ണി ജോസഫ് KPCC അധ്യക്ഷൻ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഒളിവിലാണോ എന്നുള്ള കാര്യം തനിക്കറിയില്ല എന്ന് തന്നെയാണ്. അതറിയാൻ താൻ പ്രവാചകനോ അന്വേഷണ ഏജൻസിയോ അല്ലെന്നാണ് സണ്ണി ജോസഫ് പറയുന്നത്. നിയമത്തിന്റെ വഴിക്ക് പോകുമെന്നും രാഹുൽ മുൻകൂർ ജാമ്യാപേക്ഷ കൊടുത്തിട്ടുണ്ടെന്നാണ് വാർത്തകളിലൂടെ അറിഞ്ഞതെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിലെ ആക്ഷേപം ഉയർന്നപ്പോൾ തന്നെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. മാധ്യമങ്ങളോടായിരുന്നു സണ്ണി ജോസഫിന്റെ പ്രതികരണം വന്നിട്ടുള്ളത്. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കി സ്പീക്കർക്ക് കത്ത് കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ അദ്ദേഹം പ്രതിപക്ഷ നിരയിൽ കോൺഗ്രസ് MLA-മാർക്കൊപ്പമല്ല ഇരുന്നത്. അദ്ദേഹത്തിനെതിരെ കോൺഗ്രസ് അച്ചടക്ക നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും പറഞ്ഞിട്ടുണ്ട്. ഏറെ ബാധിക്കുന്നതും അലട്ടുന്നതുമായ പ്രശ്നം ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയാണെന്നും സ്വർണ്ണമോഷണ കേസിലെ മുഴുവൻ പ്രതികളെയും ഇതുവരെ പോലീസ് കണ്ടെത്തിയിട്ടില്ലെന്നും സണ്ണി ജോസഫ് പറഞ്ഞിട്ടുണ്ട്. അത് മറയ്ക്കാനുള്ള ഒരു നീക്കമായിട്ടാണോ രാഹുലിനെതിരെ ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള ഈ ഒരു നീക്കം എന്നുള്ളത് കൂടി ജനങ്ങൾ ഉന്നയിക്കുന്നതാണ്. ഒപ്പം തന്നെ വ്യാഴാഴ്ച വൈകിട്ട് ഫോൺ ഓഫ് ചെയ്ത രാഹുൽ എവിടെയാണെന്ന് അറിവില്ലെന്നാണ് MLA ഓഫീസിലെ ജീവനക്കാരും പാലക്കാട്ടെ കോൺഗ്രസ് നേതാക്കളും പറയുന്നത്. വിദേശത്തേക്ക് കടക്കാനുള്ള സാധ്യത തടയാൻ രാഹുലിനെതിരെ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു. ജില്ല വിട്ടാൽ മുൻകൂർ ജാമ്യത്തെ ബാധിക്കുമെന്ന നിയമോപദേശം ലഭിച്ചതിനാൽ രാഹുൽ പാലക്കാട്ടെ ഏതെങ്കിലും രഹസ്യ കേന്ദ്രത്തിൽ ഒളിവിൽ തുടരുകയാണെന്നും വിവരം. നിരീക്ഷണം ശക്തമാക്കാൻ പാലക്കാട്, കൊച്ചി, തിരുവനന്തപുരം സ്റ്റേഷനുകൾക്ക് നിർദ്ദേശം നൽകി. കോൺഗ്രസ് നേതാക്കളുടെ വീടുകൾ കേന്ദ്രീകരിച്ചും നിരീക്ഷണം ശക്തമാക്കും. രാഹുലിന്റെ ഔദ്യോഗിക വാഹനം പാലക്കാട്ടെ ഫ്ളാറ്റിലുണ്ട്. ലൈംഗിക പീഡന കേസിൽ ഒളിവിൽ കഴിയുന്ന പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ തിരുവനന്തപുരത്ത് അഭിഭാഷകന്റെ ഓഫീസിലെത്തി വക്കാലത്ത് ഒപ്പിട്ടു എന്നുള്ള റിപ്പോർട്ടുകളുമുണ്ട്. രാഹുൽ നേരിട്ടെത്തിയാണ് വക്കാലത്ത് ഒപ്പിട്ടതെന്നും അഭിഭാഷകൻ വ്യക്തമാക്കി. ഇന്നലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തിരുവനന്തപുരത്ത് എത്തിയത്. മുൻകൂർ ജാമ്യ ഹർജി നൽകാനായാണ് രാഹുൽ തലസ്ഥാനത്തെത്തിയത്. മുൻകൂർ ജാമ്യ ഹർജി ഡിസംബർ 3-ന് പരിഗണിക്കും. തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയാണ് ജാമ്യം പരിഗണിക്കുന്നത്. പോലീസ് കേസെടുത്തതിന് പിന്നാലെ രാഹുൽ ഒളിവിലാണ്. രാഹുലിനെ പിടികൂടാൻ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരുന്നു. ഇതിന്റെ ഭാഗമായി ലുക്കൌട്ട് നോട്ടീസും സർക്കുലറും പുറത്തുവിട്ടു. തിരുവനന്തപുരത്ത് എത്തിയ ശേഷം രാഹുൽ പിന്നീട് എങ്ങോട്ടാണ് പോയതെന്ന കാര്യത്തിലടക്കം അന്വേഷണം നടക്കുന്നുണ്ട്. തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ തോമസൺ ജോസിന്റെ നേതൃത്വത്തിലാണ് പ്രത്യേക സംഘം യുവതിയുടെ പരാതിയിൽ രജിസ്റ്റർ ചെയ്ത കേസ് അന്വേഷിക്കുന്നത്.